വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിലുള്ള നൊവേന പ്രാർത്ഥന ഒരു പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളൊരു ആഗ്രഹത്തോടെയാണ് ഇവിടെ വരുന്നത്. ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഇവിടെ വരുന്നത്. ഒരുപാട് കൊതിയുള്ളൊരു മനസ്സോടെയാണ്. നിങ്ങളുടെ ചെറുതും വലുതുമായ സങ്കടങ്ങളാകാം, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റുചൊല്ലിയൊന്ന് പ്രാർത്ഥിക്കുകയാണ്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായെ, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ. ഇനി നിങ്ങളുടെ 1, 2, 3 നിയോഗങ്ങളെ മനസ്സിലോർത്തേ. നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാകാം, ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമാകാം, ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയമാകാം. അസാധ്യ കാര്യമെന്ന് നമുക്ക് തോന്നുന്നൊരു കാര്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരാൾ സർവശക്തൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ നിയോഗമുള്ള ഒരു സ്ഥലം വേണം. അവിടെ വച്ച മനുഷ്യർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്. ഒരുപക്ഷെ നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം കിട്ടാൻ ദൈവം ആഗ്രഹിച്ചൊരു സ്ഥലത്താണ്. 1000 പൊന്നാണയങ്ങൾ കൊടുത്താലും കിട്ടാത്തൊന്നാണ് സർവശക്തൻ്റെ അനുഗ്രഹം. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഭവനത്തിലുള്ളവരെ, പ്രത്യേകിച്ച് കുട്ടികളുടെ പരീക്ഷ, +1, +2, SSLC പരീക്ഷകളൊക്കെ ഈ മാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തെയും പിള്ളേരുടെ ഭാവിയെയും ജീവിതത്തെ എല്ലാം സമർപ്പിച്ച് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചു തുടങ്ങാം. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതയാമിധേ. ഒരുമിച്ച് പാടാം. യൂദാവിശുദ്ധ ശ്രീഹാ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതയാമിധേ. എല്ലാവരും ചേർന്ന് പാടുമോ? യൂദാവിശുദ്ധ ശ്രീഹാ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിന്ദാസർ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാതയാമിധേ. ഞാൻ ചൊല്ലിത്തരുമ്പോൾ നമുക്ക് ഏറ്റുചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഇപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ കുടുംബ സമാധാനമായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയം. ഒരുപക്ഷെ സാമ്പത്തികമായ പ്രതിസന്ധികളാകും, കടബാധ്യത, ബിസിനസ്സിലെ പരാജയം,
കൃഷിയിലെ പരാജയം, മക്കളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അവരുടെ വിവാഹം, അല്ലെങ്കിൽ അവരുടെ ചില ഇഷ്ടങ്ങൾ, പല കാര്യങ്ങളും പലരും സങ്കടങ്ങൾ കൊണ്ട് നിറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രഭാതത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഈ നൊവേനയിലൂടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ സമർപ്പിച്ചേൽപ്പിക്കുകയാണ്. എല്ലാ ശുശ്രൂഷക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ അനുഗ്രഹമാകട്ടെ. നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണം, കൊടുക്കുന്ന വെള്ളം എല്ലാം ദൈവാനുഗ്രഹമുള്ളതാകട്ടെ. ഈ സ്ഥലത്ത് ദൈവ സാന്നിധ്യം നിറയട്ടെ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളും സങ്കടത്തോടെ പോകാൻ പാടില്ല, വേദനിച്ചു പോകാൻ പാടില്ല. ഇത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടൊരു ഭവനമാണ്. ദൈവം ഏതു സമയത്തും തുറന്നു കിടക്കുന്നൊരു വാതിൽ ഇവിടെയുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു വീട് പോലെയാണ്. 365 ദിവസവും വചനം പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. മനസ്സിൽ ഇങ്ങനെയൊന്ന് ഓർത്തേ, അനുഗ്രഹയിൽ കൈവിരിച്ച് പിടിച്ചിരിക്കുന്നൊരു യേശുവിൻ്റെ സാന്നിധ്യയുടെ ഒരു ചിത്രമുണ്ട്. കർത്താവെ, അനുഗ്രഹയിലെ കൈ വിരിച്ച് പിടിച്ചു നിൽക്കുന്ന ആ യേശുവിൻ്റെ താഴെ നിന്നുകൊണ്ട് എനിക്കൊരു സാക്ഷ്യം പറയാനൊക്കണേ. അനുഗ്രഹയിലെ കരം വിരിച്ച് ഞങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ആ നല്ല ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് എനിക്കൊരു സാക്ഷ്യം പറയാനൊക്കണേ. എനിക്കൊരു സാക്ഷ്യം പറയാനൊക്കണേ. എനിക്കൊരു അനുഗ്രഹം വിളിച്ചു പറയാൻ സാധിക്കണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ചൊരുമിച്ച് പ്രാർത്ഥിക്കാം. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ ആവശ്യത്തെ, ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി അത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. പൂജനാം പുണ്യദാതാ യേശുവിൻ സ്നേഹദൂതാ, യൂദാത്തദേവോസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. യൂദാത്തദേവോസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി